ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് ഡെറാഡൂണിൽ നടക്കുകയാണ്. 341 ഇന്ത്യൻ കേഡറ്റുകളും 81 വിദേശ കേഡറ്റുകളുമാണ് പാസിംഗ് ഔട്ടിൽ പങ്കെടുക്കുന്നത്. തത്സമയത്തിലേക്ക് इसे सेना ने भारतीय सैन्य अकादमी की स्थापना के साथ 1 अक्टूबर 1932 को ग्रहण किया। भारतीय सैन्य अकादमी का विधि पूर्वक उद्घाटन 10 दिसंबर 1932 को भारत के तत्कालीन कमांडर इन चीफ റിട്ടയർഡ് കേണൽ എസ് ഡിനി ഉണ്ട് ഇപ്പോൾ തത്സമയം ഞങ്ങൾക്കൊപ്പം. കേണൽ, ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് ഡെറാഡൂണിൽ നടക്കുകയാണ്. പക്ഷേ പതിവിൽ നിന്ന് വിപരീതമായി രക്ഷിതാക്കൾക്കൊന്നും പ്രവേശനമില്ല. കൊറോണയുടെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ വർഷവും അങ്ങനെയായിരുന്നല്ലോ. എങ്ങനെ കാണുന്നു ഈ പരേഡിനെ? ഇത് നമ്മുടെ ഭാരതീയ സൈന്യത്തിന് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. എല്ലാ വർഷവും 2 പ്രാവശ്യമാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിലേക്ക് ഓഫീസേഴ്സ് ആയിട്ട് പാസ് ഔട്ട് ആവുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ചെന്നൈയിലും ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി ഉണ്ട്, OTA ഗയയിലും ഉണ്ട്. പക്ഷെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു അക്കാദമിയാണ്. 1932 ഈ അക്കാദമി ആദ്യമായിട്ട് അവിടെ സ്ഥാപിച്ചത്. അത് കഴിഞ്ഞിട്ട് ഏകദേശം 63,000 ഓഫീസേഴ്സ് അവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ട്. ഏകദേശം 3000 അടുപ്പിച്ച് വിദേശത്ത് നിന്നുള്ള ഓഫീസേഴ്സ് അവിടുന്ന് പാസ് ഔട്ട് ഉണ്ട്. അപ്പൊ എല്ലാ ആർമി ചീഫും ഒക്കെ അവിടുന്ന് പാസ് ഔട്ട് ആയിട്ടുള്ളവരാണ് വരുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ സൈന്യത്തിന് ഏറ്റവും ഒരു വിലപ്പെട്ട ഒരു ദിവസമാണ്. അതുപോലെ തന്നെ അവിടുന്ന് പാസ് ഔട്ട് ആവുന്ന ഓഫീസേഴ്സിനെ സംബന്ധിച്ചോളം അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. അവരുടെ എത്രയോ വർഷത്തിന് തപസ്യ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. അവര് കൊച്ചുനാള് മുതലേ ആഗ്രഹിച്ച് സൈന്യത്തിൽ ഒരു ഓഫീസറായിട്ട് ചേരണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് പിന്നെ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ആ സെലക്ഷൻ നമുക്കറിയാം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് വളരെ കുറച്ച് പേര് മാത്രം സെലക്ട് ചെയ്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലോ ഡയറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് അവിടെ അതിലും വലിയ കഠിനമായിട്ടുള്ള ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഈ പാസിംഗ് ഔട്ട് ഈ ദിവസത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് പാസ് ഔട്ട് ആയി കഴിയുമ്പോൾ അവരൊരു കാഡറ്റിൽ നിന്ന് അവരൊരു ഓഫീസറായി മാറുകയാണ്. അപ്പൊ ഇന്ത്യൻ ആർമിയുടെ ഒരു ഓഫീസർ, അതായത് രാഷ്ട്രപതിയുടെ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു റാങ്ക് എന്നുള്ള നിലയിൽ അവരൊരു കമ്മീഷൻ ഓഫീസറായിട്ട് മാറുന്ന ഒരു ചടങ്ങാണ് കാണുന്നത്. ഇത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഇനി അവരുടെ ബറ്റാലിയനിലും റെജിമെന്റ്സിലും പോകുമ്പോൾ അവിടെ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ജവാൻസിന്റെ ഇടയ്ക്കോട്ടാണ് അവർ ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെല്ലുന്നതും അവിടെ അവരുടെ വേരിയസ് ഓപ്പറേഷൻസിൽ അവരവിടെ ശോഭിക്കുന്നതും നമുക്ക് കാണാം. അപ്പൊ ഈ അക്കാദമിയിൽ തന്നെ ഏകദേശം ഒരു 850ഓളം അല്ലെങ്കിൽ വീര മൃത്യു ചെയ്തിട്ടുള്ള ഓഫീസേഴ്സ് തന്നെ ഈ അക്കാദമിയിൽ നിന്ന് പ്രൊഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു വിലപ്പെട്ട ഒരു അക്കാദമിയാണ്, അത്രയും ഒരു വിലപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. അതായത് താങ്കൾ പറഞ്ഞ പോലെ വിലപ്പെട്ട ഒരു ദിനം. ഇന്നിപ്പോൾ 341 ഇന്ത്യൻ കേഡറ്റുകളും 81 വിദേശ കേഡറ്റുകളുമാണ് ഈ പാസിംഗ് ഔട്ടിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഓഫീസർ പദവിയിലേക്ക് എത്തുന്നു അല്ലേ? അങ്ങനെയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇവര് ആദ്യം നമ്മൾ അക്കാദമിയിൽ വരുമ്പം അവരെ ജെന്റിൽമെൻ കാഡറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അത് ജെന്റിൽമെൻ കാഡറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു ഓഫീസർ എന്ന നിലയിൽ ആദ്യം ഒരു ജെന്റിൽമാൻ, അത് കഴിഞ്ഞിട്ട് ഒരു ഓഫീസർ. അങ്ങനെയാണ് ഇന്ത്യൻ ആർമിയിൽ അവരുടെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 1.5 വർഷം ട്രെയിനിങ് ഉള്ളവരുണ്ട്, 1 വർഷം ട്രെയിനിങ് ഉള്ളവരുണ്ട്. അപ്പൊ ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ആ ട്രെയിനിങ് ഭാഗമായി കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം അവർക്ക് ഫോർമൽ ആയിട്ട് ആ ജെന്റിൽമാൻ കാഡറ്റ്സിൽ നിന്ന് അവരൊരു ലെഫ്റ്റനന്റ് റാങ്കിലേക്ക് മാറുകയാണ്. അപ്പൊ ഈ പരേഡോടെ അവരുടെ ഈ പരേഡ് കഴിഞ്ഞ് അവരുടെ ഒരു സത്യപ്രതിജ്ഞ പോലത്തെ ഓത്ത് എടുക്കാറുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇന്ന് തൊട്ട് അവർ ഇന്ത്യൻ ആർമിയുടെ ഒരു ഓഫീസർ റാങ്കിൽ, അതായത് ലെഫ്റ്റനന്റ് റാങ്കിലേക്ക് അവർ പോവുകയാണ്. ശരി കേണൽ, ഞാൻ കേണലിലേക്ക് തന്നെ തിരിച്ചു വരാം. പാസിംഗ് ഔട്ട് പരേഡിൻ്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ, അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം.
जगहों पर ये लोग जाएंगे, देश की निगहबानी, सरहद की निगहबानी ये लोग करेंगे। उत्तराखंड की हम बात करें तो 30 से ज़्यादा 36 कैडेट उत्तराखंड को मिलेंगे, जो कि उत्तराखंड के साथ इस तरह അക്കാദമിയുടെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് ഡെറാഡൂണിൽ നടക്കുകയാണ്. വീണ്ടും കേണൽ ഡെനിയിലേക്ക് പോവുകയാണ്. കേണൽ, ഇപ്പോൾ ഈ പരേഡിൽ പങ്കെടുക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന സൈനികർ അവരുടെ പരിശീലനം അത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ അവരിപ്പോൾ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവരിപ്പോൾ ഓഫീസർ തസ്തികയിലേക്കൊക്കെ മാറുകയാണ്. ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു കാലാവധി അത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സൈനികർക്കും ഒരേ സമയപരിധി തന്നെയാണ്. നമ്മൾ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഫൈനലായിട്ട് ഓഫീസറായിട്ട് ഇറങ്ങുന്ന ഒരു അക്കാഡമിയാണ്. പക്ഷേ ഇതിൽ വരുന്നത് പല പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നിന്നാണ് ഇത് വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലാണ്. അതായത് നമ്മൾ 12th ക്ലാസ് കഴിഞ്ഞിട്ട് എൻട്രൻസ് എക്സാം കഴിഞ്ഞ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്നുള്ള ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള അവിടെയാണ് ഈ കുട്ടികൾ ആദ്യം ചെല്ലുന്നത്. അവിടെ എയർഫോഴ്സ്, നേവി, ആർമി മൂന്നും അവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. 3 വർഷത്തേക്കാണ് അവർ ട്രെയിൻ ചെയ്യുന്നത്. അവിടെ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവർക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റും കൊടുക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ 3 വർഷം ട്രെയിനിങ് കിട്ടുന്നവർക്ക് ആർമി ഓപ്റ്റ് ചെയ്യുന്നവർ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ദെഹ്റാദൂണിൽ എത്തും. അപ്പം ഇവർക്ക് 1 വർഷം ട്രെയിനിങ് ആണ് അവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ വേറെ ആർമിയിൽ തന്നെ ജവാനായി കയറി കഴിഞ്ഞിട്ട് അവർക്ക് ഓഫീസർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അവർ ആർമി കേഡറ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ ACCയിൽ നിന്നിട്ട് അഗൈൻ 3 വർഷം ട്രെയിനിങ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ തന്നെ കിട്ടും. വീണ്ടും അവർ ഓഫീസർ ട്രെയിനിങ്ങിന് 1 വർഷം കൂടെ എക്സ്ട്രാ അവർ ചെയ്യും. ഇത് കൂടാതെ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റീസിൽ നിന്നും UPSC എക്സാം വഴി കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എന്നുള്ള എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള കാൻഡിഡേറ്റ്സും അവിടെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് വരാറുണ്ട്. അവർക്ക് 1.5 വർഷം ട്രെയിനിങ് ആണ് നടക്കുന്നത്. അപ്പൊ എല്ലാ വർഷവും 2 പ്രാവശ്യം, അതായത് നമ്മൾ ജൂണിലും ഡിസംബറിലും 2ാമത്തെ ശനിയാഴ്ചയാണ് ഈ പാസിംഗ് ഔട്ട് നടക്കുന്നത്. അപ്പൊ ഈ പാസിംഗ് ഔട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത ബാച്ച് അവിടെ എത്തും. ഈ ഞാൻ പറഞ്ഞ പോലെ 3 രീതിയിലുള്ള ബാച്ചുകൾ അവിടെ വന്ന് അവരുടെ ട്രെയിനിങ് തുടങ്ങും. അപ്പൊ 1.5 വർഷമുള്ളവർ 1.5 വർഷം ട്രെയിനിങ് ചെയ്യും, 1 വർഷമുള്ളവർ 1 വർഷം ട്രെയിനിങ് ചെയ്യും. അപ്പൊ ട്രെയിനിങ്ങിന്റെ രീതി എല്ലാം സെയിം ആണ്. പക്ഷെ ഓൺലി ആ ഡ്യൂറേഷൻ ചിലവർക്ക് മാത്രം ചില മാറ്റങ്ങൾ കാണും. പക്ഷെ ഈ ട്രെയിനിങ്ങിന്റെ മെത്തഡോളജി ബാക്കിയുള്ള എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന സൈനികർക്ക് ഒരു പരേഡിൽ കൂടി പങ്കെടുക്കേണ്ടതുണ്ട് അല്ലേ? അത് ഇനിയിപ്പോൾ ഡിസംബറിലാണ് അല്ലേ? അല്ലല്ല, ഇവര് ട്രെയിനിങ് കഴിഞ്ഞു. ഇവരുടെ ട്രെയിനിങ് ഈ പാസിംഗ് ഔട്ട് ജൂണിൽ ആവുന്ന അവർ ഓഫീസറായിട്ട് തന്നെ പോവുകയാണ്. ഇനി ഇതേ സമയത്ത് തന്നെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ മറ്റ് ബാച്ചസ് ഇപ്പൊ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലവർക്ക് ഇപ്പം 1.5 വർഷം 1 വർഷമായി കാണും, ചിലവർക്ക് 6 മാസമായി കാണും, അങ്ങനെ ഉള്ളത്. അപ്പൊ അവരുടെ ട്രെയിനിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ബാച്ച്, അതായത് ഈ സീനിയർ ബാച്ച് ഇപ്പൊ ജൂണിൽ പോകുന്നു. അടുത്ത ഇവരുടെ ജസ്റ്റ് ജൂനിയർ ആയിട്ടുള്ള ബാച്ച് അവർ ഡിസംബറിൽ വരും. പിന്നെ അടുത്ത ബാച്ചാണ് ഇനി അടുത്ത ജൂണിൽ പാസിംഗ് ഔട്ട് ആവുന്നത്. അതായത് 1 വർഷം 2 സമയത്തായിട്ടായിരിക്കും പാസിംഗ് ഔട്ട് പരേഡ് നടക്കുക. അതിലൊന്ന് ഇപ്പോൾ നടന്നു ജൂണിൽ, ഇനി അടുത്ത് നടക്കുന്നത് ഡിസംബറിലായിരിക്കും. അതിലൊരു വിഭാഗം പങ്കെടുക്കും, അങ്ങനെ അല്ലേ? അതെ, ശരിയാണ്. കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷവും കൊറോണയുടെ ഒരു പശ്ചാത്തലത്തിൽ കേഡറ്റുകളിലെ രക്ഷിതാക്കളൊന്നും പങ്കെടുക്കുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ വർഷത്തിന് മുൻപുണ്ടായിരുന്ന പോലെ തന്നെയുള്ള ഒരു പാസിംഗ് ഔട്ട് പരേഡ് അങ്ങനെയല്ലേ ഇപ്പോൾ ഡെറാഡൂണിൽ നടക്കുന്നത്? അതെ, അത് വേറെ മാറ്റം ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു മാറ്റമാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടികൾ അവിടെ എത്തുമ്പോൾ അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു സെറമണി, അതായത് ഓഫീസർ ആവുന്നതിന്റെ ആ ഒരു സെറമണിയിൽ ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പേരൻസിന് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് അവർക്ക് വരാൻ പറ്റും. അപ്പൊ അവരുടെ ഈ ഷോൾഡേഴ്സിൽ റാങ്ക് വെക്കുന്ന തന്നെ ഒരു സ്ഥലത്ത് അമ്മയും ഒരു സ്ഥലത്ത് അച്ഛനുമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചോളം തന്നെ അത് വലിയൊരു ഒരു അഭിമാനപരമായിട്ടുള്ള കാര്യമാണ്. ഇതേ ചടങ്ങ് 22 വർഷം മുമ്പ് ഇന്നത്തെ ദിവസം തന്നെ 12 ജൂൺ 1999 എനിക്കും അങ്ങനെ ഒരു സൗഭാഗ്യം എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലത്തെ ഒരു സൗഭാഗ്യം ഈ കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതൊരു വലിയൊരു മിസ്സാണ്. പക്ഷെ ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം സെയിം ആണ്. തീർച്ചയായും 22 വർഷം മുന്നത്തെ താങ്കളുടെ ആ ഒരു അനുഭവം അതൊന്ന് വിശദീകരിക്കാമോ?
അത് ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രത്യേക അനുഭവമാണ്. അത് ലൈഫിലൊക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ കാണാറുള്ളത്. ഞാൻ പറഞ്ഞ നമുക്കെല്ലാം ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് എപ്പോഴും സർവീസസിൽ ജോയിൻ ചെയ്യണമെന്ന്. അങ്ങനെ സർവീസ് ജോയിൻ ചെയ്യുന്നവരിൽ കുറച്ച് പേർക്ക് ദൈവം അതിന്റെ ഒരു ഭാഗ്യം തരാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ്. ഇപ്പൊ ട്രെയിനിങ്ങിൽ തന്നെ അത്ര ഈസി അല്ല. ട്രെയിനിങ്ങിൽ പലർക്കും പല പരിക്കുകളും ചിലവർ ട്രെയിനിങ്ങിൽ 1-2 പേര് അല്ലെങ്കിൽ കുറച്ച് പേര് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നവരുണ്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ദിനത്തിൽ വരുന്നത് നമ്മൾ. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി ഒരിക്കലും ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റത്തില്ല. നമ്മളിൽ വളരെയേറെ റെസ്പോൺസിബിലിറ്റി കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പൊ അന്ന് നമ്മളെ കൂടെ നമ്മുടെ അച്ഛനും അമ്മയും അവരും നമ്മുടെ സഹോദരനും സഹോദരിമാരും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ വന്ന് നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ അന്നുണ്ടായിരുന്ന എല്ലാവരുടെയും കഡറ്റ്സിന്റെ അച്ഛനും അമ്മയും എല്ലാവരും. അപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ തന്നെ ഏറ്റവും ആത്മസുഹൃത്തായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ അച്ഛൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ചടങ്ങിന്. അപ്പം മലയാളികളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അന്ന് അച്ഛനും അമ്മയും സന്ദീപിന്റെ ഷോൾഡേഴ്സിൽ ഇങ്ങനെ സ്റ്റാർസ് വെച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം അദ്ദേഹം ബോംബെയിലെ തീവ്രവാദ അറ്റാക്കിൽ അദ്ദേഹം വീരമൃത്യു ആയി. ആൻഡ് അദ്ദേഹത്തിന് രാജ്യത്തിന് ഇന്നും വളരെയേറെ ആദരവുള്ള ഒരു സൈനികനായിട്ടാണ് കണക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അതുപോലെ തന്നെ അന്ന് പാസ് ഔട്ട് പലരും ഇന്ന് എന്റെ കൂടെ ഇപ്പം ഇത് കേൾക്കാൻ പോലും ഇല്ല. ബിക്കോസ് അവർ പലരും പല ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് പലരും രാജ്യത്തിന് വേണ്ടി അവരുടെ ജീവൻ ബലിയായിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പൊ അതെല്ലാം ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ് ഇന്നുള്ളത് എനിക്ക്. അതായത് ഇന്ന് തന്നെ ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങളെ കോഴ്സ്മേറ്റ്സിന്റെ ഈ പാസ് ഔട്ട് ആവുന്ന എല്ലാവരെയും വിളിക്കുന്ന കോഴ്സ്മേറ്റ്സ് എന്നാണ്. അപ്പൊ ആ ഒരു കോഴ്സ്മേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ബിക്കോസ് നമ്മളെല്ലാം ഒരുമിച്ചാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും ഒരുമിച്ച് സഹിക്കുന്നവർ ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അന്ന് ആ ഒരു ബാച്ചിന്റെ ഇന്ന് ഞങ്ങൾ രാവിലെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഉള്ള ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും ഞാൻ അതിനെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. സൈനികരെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള നിരവധി ദിവസങ്ങളുണ്ടായിരിക്കും എന്നും ഓർക്കുന്ന ദിനങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു ദിനം അല്ലേ ഇന്നത്തെ ഈ ദിവസം? തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. ബിക്കോസ് നമ്മൾ സർവീസിൽ നിന്ന് വിടുന്ന ദിവസത്തിനെക്കാട്ടിയും കൂടുതൽ ഇന്ന് നമുക്ക് കമ്മീഷൻ കിട്ടി നമ്മളൊരു ഓഫീസറായിട്ട് നമുക്ക് ആ ഒരു പദവിയല്ല, അതൊരു ചുമതലയാണ്, ഒരു വിശ്വാസമാണ്, രാജ്യത്തിന്റെ ഒരു വിശ്വാസമാണ് നമ്മളിൽ അർപ്പിക്കുന്നത്. നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ആ ജവാന്മാരുടെ അവരുടെ സുരക്ഷ നമ്മൾ ഇതാണ്. അതുപോലെ തന്നെ ആസ് എ ഓഫീസർ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കടമ എന്ന് പറഞ്ഞാൽ രാജ്യമാണ്. ആ രാജ്യസുരക്ഷയും രാജ്യത്തിന്റെ വെൽഫെയറും അതാണ് ചെറ്റ്വുഡ് എന്ന് പറഞ്ഞ ആ ബിൽഡിംഗ് നിങ്ങൾ കണ്ടാണ് നേരത്തെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ചെറ്റ്വുഡ് ബിൽഡിംഗ് നമ്മുടെ ഫീൽഡ് മാർഷൽ ചെറ്റ്വുഡ് 1932 നടത്തിയ അവിടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്പീച്ചിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ആദ്യം നിങ്ങളുടെ രാജ്യം, രണ്ടാമത് നിങ്ങൾ താഴെ ജോലി ചെയ്യുന്ന ജവാന്മാർ, മൂന്നാമത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളെ സേഫ്റ്റിയും നിങ്ങളെ വെൽഫെയറും ഒന്നും മാത്രമേ പറയുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഓരോ ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ എയർഫോഴ്സ് നേവി ഇതുപോലെ തന്നെയാണ്. അവർ ആദ്യം കണക്കാക്കുന്നത് രാജ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ കാര്യവും. രാജ്യം കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം ടീമിലെ അംഗങ്ങൾ, ആ ടീമിനെയാണ് നോക്കുന്നത്. അത് ബറ്റാലിയൻ ആവാം, അത് കമ്പനി ആവാം, സ്ക്വാഡ്രൺ ആവാം, ഷിപ്പ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വന്തം കാര്യം നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഏതൊരു രാജ്യത്തിലെ സൈന്യത്തിനെ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ ഓഫീസർ ടു ജവാൻ കാഷ്വാലിറ്റീസ് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഓഫീസേഴ്സ് ജവാൻ കാഷ്വാലിറ്റീസ് ഏറ്റവും കൂടുതൽ. അതായത് ഒരു ഓഫീസേഴ്സ് കാഷ്വാലിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. ഇപ്പൊ കാർഗിലായാലും നോക്കാൻ നമുക്ക് അറിയാം എത്ര ഓഫീസേഴ്സ്, യങ് ഓഫീസേഴ്സ് ആണ് അവർ. ബിക്കോസ് അവർ എപ്പോഴും മുമ്പിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പൊ ഗൽവാനിന്റെ അടുത്ത ഒരു 3 ദിവസം കഴിയുമ്പോൾ 15 ജൂൺ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഗൽവാനിൽ അവിടെയും നോക്കും കമാൻഡിംഗ് ഓഫീസർ സന്തോഷ് ബാബു ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പൊ ആ കേണൽ സന്തോഷ് ബാബു ഒക്കെ ഇതേ അക്കാഡമിയിൽ നിന്ന് പാസ് ഔട്ടായി പോയ ആളുകളാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയുടെ ഈ വർഷത്തെ പാസിംഗ് ഔട്ട് പരേഡ് ഡെറാഡൂണിൽ നടക്കുകയാണ്. തത്സമയം കാണാം.
परेड पर आने वाले अगले अधिकारी हैं भारतीय सैन्य अकादमी के समादेशक लेफ्टिनेंट जनरल हरिंदर सिंह, परम विशिष्ट सेवा मेडल, अति विशिष्ट सेवा मेडल, युद्ध सेवा मेडल, सेना मेडल, विशिष्ट सेवा मेडल। An alumnus of the National Defence Academy Kharagwasla and the Indian Military Academy, Lieutenant General Harinder Singh was commissioned into the Maratha Light Infantry Regiment in December 1983. In a career spanning 4 decades, the general officer has seen extensive operational service in the field. He raised and commanded a Rashtriya Rifles battalion in North Kashmir, has the distinction of commanding 2 brigades, the Dera Baba Nanak Brigade along the western sector and a United Nations multinational brigade in Democratic Republic of Congo. An infantry division along the line of control in North Kashmir, a corps in eastern Ladakh where he held the formation during the ongoing standoff along the line of actual control and the corps commander level talks. The general officer has served several tenures at the Army headquarters to include assignments at the Military Operations Directorate, Operational Logistics Directorate and the Adjutant General's branch. The general officer has also had the privilege of holding the coveted appointment of the Director General of Military Intelligence of the Indian Army prior to assuming command of the Fire and Fury Corps in Ladakh. The general officer has tenated instructional appointments at the Indian Military Academy and Infantry School Mau and also served as a military staff officer at United Nations Mission in Angola. An academy blue in hockey, the general officer carries an abiding interest in strategic military affairs and has published several monographs, papers and articles in international and national journals. The general officer assumed the appointment of Commandant Indian Military Academy on 13 November 2020. समादेशक महोदय, आपके बाईं ओर से 2 घोड़ों वाली बग्गी में परेड मैदान की ओर आ रहे हैं। आपके बाईं ओर का यह मार्ग शौर्य मार्ग कहलाता है। വീണ്ടും കേണൽ ഡെനിയിലേക്ക്. കേണൽ, ഈ പാസിംഗ് ഔട്ട് പരേഡ് പുരോഗമിക്കുകയാണ് ഡെറാഡൂണിൽ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സമയക്രമം അത് എങ്ങനെയാണത്? ഇത് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം കമാൻഡന്റ് ആണ് വരുന്നത്. അത് കമാൻഡന്റ് ലെഫ്റ്റനന്റ് ജനറൽ ഹരിന്ദർ സിംഗ്. അദ്ദേഹം ആദ്യം സല്യൂട്ട് സ്വീകരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, അല്ലെങ്കിൽ അതിനെ റിവ്യൂയിങ് ഓഫീസർ എന്നാണ് പറയുക. അതായത് ഏറ്റവും വിശിഷ്ട വ്യക്തി. ഓരോ പാസിംഗ് ഔട്ടിനും ഓരോ വിശിഷ്ട വ്യക്തി വരും. ചില സമയത്ത് പ്രസിഡന്റ് ആവാം, ചില സമയത്ത് അത് പ്രൈം മിനിസ്റ്റർ ആവാം, ചില സമയത്ത് വിദേശത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആവാം, ചില സമയത്ത് എയർഫോഴ്സോ നേവിയുടെയോ സേന ചീഫ് ആവാം. അപ്പൊ അങ്ങനെ ഉള്ള ഇന്ന് വരുന്നത് അദ്ദേഹം വെസ്റ്റേൺ ആർമി കമാൻഡർ ആണ്. അപ്പൊ ലെഫ്റ്റനന്റ് ജനറൽ RP സിംഗ് എന്നുള്ള അദ്ദേഹമാണ് ഇന്നത്തെ റിവ്യൂയിങ് ഓഫീസർ ആയിട്ട് വരുന്നത്. അപ്പം ആ റിവ്യൂയിങ് ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് ആ പരേഡിനെ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് ഈ പരേഡിന്റെ തന്നെ നമുക്കറിയാം ആ ചെട്ട്വുഡ് ബിൽഡിംഗ് എന്ന് കാണുന്നതും ഈ ഒരു ഡ്രിൽ സ്ക്വയർ, അതായത് ഡ്രിൽ പരേഡ് ഗ്രൗണ്ട്, ഇത് വളരെ ഒരു പാവനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ. അവിടെ നിന്ന് ആരും നടന്നു പോകാൻ പാടില്ല. അവർ വളരെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളൊക്കെ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലം കൊടുക്കുന്ന പോലത്തെ അത്രയും സേക്രഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഡ്രിൽ സ്ക്വയർ. ഈ പാസിംഗ് ഔട്ട് ചെയ്യുന്നതും അതിന്റെ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് നിൽക്കുന്ന ഈ ചെട്ട്വുഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിവ്യൂയിങ് ഓഫീസർ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഓരോ കാഡറ്റ്സ് പാസിംഗ് ഔട്ട് ആവുന്ന ഓരോ കാഡറ്റ്സും റിവ്യൂയിങ് ഓഫീസറിന് സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ കറങ്ങി തിരിച്ച് ആ ചെട്ട്വുഡ് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഫൈനൽ ഇതിന്റെ ഒരു രീതി. അപ്പൊ ആ ഫൈനൽ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ മൂന്ന് കാഡറ്റ്സ് വെച്ചിട്ടാണ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്ന അകത്തോട്ട്. ആ സ്റ്റെപ്പിനകത്ത് എഴുതിയിരിക്കുന്നത് അന്തിം പഗ് എന്നാണ്. അതായത് അവസാനത്തെ സ്റ്റെപ്പ്. ഈ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ട്രെയിനിങ്ങിന്റെ അവസാനത്തെ സ്റ്റെപ്പ് എന്നാണ് ഈ അന്തിം പഗ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം, അതായത് ജൂൺ 2020 അവർ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ അവർ പണിഞ്ഞു. ആ പണിഞ്ഞ സ്റ്റെപ്പിന്റെ പേര് അവർ ഇട്ടേക്കുന്ന പെഹല കദം, അതായത് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷൻ ഓഫീസർ ആവുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളതാണ്. അപ്പൊ ഈ അന്തിം പഗിന് ചവിട്ടി അടുത്ത പെഹല കദം, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് വന്ന് എന്നിട്ട് ആ ചെട്ട്വുഡ് ബിൽഡിങ്ങിന്റെ ഉള്ളിലോട്ട് പോകും. ഉള്ളിൽ
എല്ലാവരും പോയി കഴിയുമ്പോൾ ആ വാതിലടച്ച് കഴിയുമ്പോൾ അവരുടെ ഈ പരേഡിന്റെ സെറമോണി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വേറൊരു സ്ഥലമുണ്ട് തൊട്ടടുത്ത് തന്നെ ഖേത്രപാൽ ഓഡിറ്റോറിയം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പേരൻസ്, അതായത് ഇപ്പോഴും ഇവർ കേഡറ്റ്സ് തന്നെയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും അവിടെ വന്നിട്ട്, ഇപ്പൊ എന്തായാലും അവരില്ലാത്തതുകൊണ്ട് അവിടുത്തെ തന്നെ ഓഫീസേഴ്സും അവരുടെ തന്നെ ഓഫീസേഴ്സിന്റെ വൈഫ്സും ആണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ആ റാങ്ക് വെക്കും. ആ റാങ്ക് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നാണ് ഏറ്റവും അവസാനത്തെ ഒരു ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓത്ത് ടേക്കിംഗ് സെറമണി. അതായത് അവിടെ ഉള്ള എല്ലാ ഈ ഓഫീസേഴ്സിനും അവിടുത്തെ അഡ്ജുറന്റ് എന്ന് പറയുന്ന ഓഫീസർ ഈ ഒരു ഓത്ത് പറഞ്ഞു കൊടുക്കും. ആ ഓത്ത് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയുടെ പേരിലാണ് വെക്കുന്നത്. അപ്പം ബാക്കിയുള്ളതിൽ വ്യത്യസ്തമായിട്ടുള്ള എന്താണ് ആർമിയിൽ ഓത്ത് എന്നുള്ളതിനകത്ത് ഇവിടെ ഒരു വാചകമുണ്ട്, ഈവൻ ടു ദ പെരിൽ ഓഫ് മൈ ലൈഫ്. അതായത് എന്റെ ജീവൻ കൊടുത്താലും ശരി, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, അതായത് രാജ്യസുരക്ഷ ആയാലും ശരി, ഭരണഘടനയുടെ ഇതായാലും ശരി, ഇതിനെല്ലാം ഞാൻ ചെയ്യും, ഈവൻ അറ്റ് ദ പെരിൽ ഓഫ് മൈ ലൈഫ്. എന്റെ ജീവൻ പോയാലും ഞാൻ അത് ചെയ്യും എന്നുള്ളത്, അത് ഭാരതീയ സൈന്യത്തിനല്ലാതെ വേറെ ഒരു നമുക്കറിയാം ഒരു ഓത്ത് ടേക്കിംഗ് സെറമണിയിൽ എങ്ങും കാണത്തില്ല. ബാക്കിയുള്ളതിനകത്തൊന്നും ഒരിക്കലും കാണത്തില്ല. അതാണ് വ്യത്യസ്തത. വളരെ നന്ദി കേണൽ ഡിനി. ഈ ദിവസം, ഈ വിശേഷപ്പെട്ട ദിവസം, വിലപ്പെട്ട സൈനികരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ട വിശേഷപ്പെട്ട ഈ ദിവസം ഞങ്ങളോട് അനുഭവങ്ങൾ പങ്കുവച്ചതിന്, പ്രത്യേകിച്ചും താങ്കൾ 22 വർഷം മുൻപത്തെ ആ പാസിംഗ് ഔട്ട് പരേഡിൻ്റെ അനുഭവങ്ങളും ഒക്കെ താങ്കൾ ഓർക്കുകയും ഞങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നന്ദി.